ഹായ്, ഞാൻ RJ ഹരിചന്ദ്ര മഠം. ചില വ്യക്തികളുണ്ട്, അവർ നമ്മളോടൊപ്പം കൂടി നിൽക്കുന്നത് എന്തിനാണെന്നറിയുമോ? അവസരം കിട്ടുമ്പോൾ നമ്മുടെ പിന്നിൽ നിന്ന് കുത്താനാണ്, നമ്മളെ വലിച്ച് പാതാളത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ നാശം കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചുറ്റും അറിഞ്ഞോ അറിയാതെയോ ചില ശത്രുക്കൾ ഉണ്ടാകും. അവരെ നേർക്ക് നമുക്ക് കാണാൻ പറ്റും. അവർ എന്തെങ്കിലും ഗൂഢപ്രവർത്തനങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് അയാൾ ശത്രുവാണ് എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താൻ കഴിയുന്നതാണ്. എന്നാൽ കൂടെയുള്ള ശത്രുവിനെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് ബാഹുബലി സിനിമയിലെ കട്ടപ്പയെ പോലെ ഇരിക്കും. അവൻ എപ്പോഴാണ് പിന്നിൽ നിന്ന് കഠാര കയറ്റുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയാതെ പോകും. പലപ്പോഴും നമ്മൾ അവനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കും, അവന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കും. അവൻ പറയുന്നത് പോലെയൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്തു എന്ന് വന്നിരിക്കും. കാര്യം, നമ്മുടെ ആത്മാർത്ഥത നേടിയെടുക്കാൻ അവർക്ക് വലിയ കഴിവാണ്. ഒടുവിൽ നമ്മളെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിക്കാൻ ഇവർ പഠിച്ച പണി 18 നോക്കും. അധപ്പതനത്തിന്റെ അങ്ങേയറ്റത്ത് എത്തിയിട്ടായിരിക്കും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നമ്മളെ ചതിച്ചത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണെന്ന്. ഇത് വളരെ വലിയ വേദനാജനകമായിട്ടുള്ള മുഹൂർത്തമായിരിക്കും. നമുക്ക് ആ കാലയളവിൽ തിരിച്ചൊന്നും പ്രതിരോധിക്കാൻ പോലും കഴിയില്ല. കാര്യം, അപ്പോഴത്തേക്കും നമ്മൾ ഒന്നുമല്ലാതായി കഴിഞ്ഞിരിക്കും. ഇങ്ങനെയുള്ള ചതിയന്മാർ പലപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. നമ്മുടെ 2 കണ്ണും തുറന്നു വെച്ചാലും ചിലപ്പോൾ ഇവരെ കാണാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. പക്ഷെ നമുക്ക് ബുദ്ധി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ നമ്മുടെ ഇടയിൽ കാണാം എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. എൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. ചില വ്യക്തികളെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അവർ എന്താണ് നമുക്ക് തരുന്ന വില എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലാതെ ചതിയുടെ വലിയൊരു കണക്ക് പറയാൻ വേണ്ടിയിട്ടല്ല. അതായത്, സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എന്നോടൊപ്പം പഠിച്ച ഒരാളുണ്ടായിരുന്നു. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പേന കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ഒരുപാട് ചെയ്യുന്ന ഒരാളാണ്. അവൻ 10-23 വയസ്സായപ്പോൾ തന്നെ വിവാഹം കഴിച്ചു. ഒളിച്ചോട്ടമായിരുന്നു കേട്ടോ. പക്ഷെ അവൻ്റെ ജീവിതം വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ. അവൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെ രോഗങ്ങൾ വന്നു, അതിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി പണം അന്വേഷിച്ച് ചേർന്നു. ഒരുപാട് പ്രശ്നത്തിലൊക്കെ പെട്ടു. സ്ഥലമൊക്കെ വിൽക്കേണ്ടി വന്നു. അങ്ങനെ കടബാധ്യത പെരുകിയപ്പോൾ ഇവൻ വിദേശത്തേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ചെറിയൊരു ജോലി കിട്ടി. അതിൽ നിന്ന് പിന്നീട് എന്തൊക്കെ കാരണത്താൽ പുറത്താവുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ ഞാൻ യാത്രാമധ്യേ ഇവന്റെ വൈഫിനെ കാണുകയാണ്. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞൊക്കെ ഒക്കത്തുണ്ടായിരുന്നു അവളുടെ. അപ്പോൾ അവളെ ഈ വിഷമാവസ്ഥയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ചേട്ടന് ഒരു നിവൃത്തിയില്ല, ഉടനെ നാട്ടിലേക്ക് മടങ്ങി വരേണ്ടി വരും, ഇവിടെ വന്ന കടക്കാരെല്ലാം കൂടി പൊതിയും, എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല എന്നുള്ള മട്ടിലൊക്കെ കരഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കുട്ടി പറയുമ്പോൾ തന്നെ വല്ലാതെ ഗദ്ഗതമൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾ നിൽക്കുന്ന സ്ഥലം വിദേശത്ത് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചറിഞ്ഞു. അപ്പോൾ എനിക്ക് ഇയാൾ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. കാര്യം, എൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ഒരു സുഹൃത്ത് അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ കമ്പനി പിന്നീട് അവൻ വിലയ്ക്ക് വാങ്ങിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, എൻ്റെ സുഹൃത്ത് അവിടെ ഉണ്ട്, ഞാൻ അയാളുടെ അടുത്തൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സുഹൃത്ത് എന്നെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വിളിക്കും. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ട്, അവൻ തൊഴിലൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്, നീ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ സുഹൃത്ത് പറഞ്ഞു, എനിക്കിപ്പോൾ ഇച്ചിരി പ്രയാസമാണ്, എനിക്ക് ആവശ്യമുള്ള പണിക്കാരൊക്കെ ഉണ്ട്, പിന്നെ പുതിയൊരാളെ എനിക്കിവിടെ ജോയിൻ ചെയ്യിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു അവസ്ഥ ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ അവനൊരു തൊഴിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നോക്കട്ടെ, ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പം അവൻ എന്നെ വിളിക്കുകയാണ്. ഇവിടെ ഒരു ജോലി ഓക്കെയാണ്, ഇവിടെ നിന്നൊരു ബോയ് പോയി, അതുകൊണ്ട് നിന്റെ കൂട്ടുകാരനെ ഇങ്ങോട്ട് വിടൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയുടെ ലാൻഡ് ലൈനിൽ ഞാൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, അവിടെ ചെന്ന ജോലി ഉറപ്പാണ് എന്ന് പറഞ്ഞു. ആ പെൺകുട്ടി ഭർത്താവിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ ജോലിക്കും കയറി. നല്ല സാലറി ഒക്കെ ഉള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതം നന്നായിട്ട് പുരോഗതിയിലേക്ക് വരികയും ചെയ്തു. കടമൊക്കെ വീട്ടി. അങ്ങനെ ഏതാണ്ട് ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിലെ ഒരു കല്യാണത്തിന് ഒരു ഹാളിൽ ഞാൻ പോവുകയാണ്. ഈ 10ാം ക്ലാസ്സിലെ കൂട്ടുകാരനെ ഞാൻ കണ്ടുമുട്ടുകയും ചെയ്യുകയാണ്. അപ്പോഴേക്കും അവനിൽ നല്ല മാറ്റമൊക്കെ ഉണ്ട്. ധനമൊക്കെ കൈവന്നതിൻ്റെ ലക്ഷണമായിട്ടൊരു ചെയിനൊക്കെ കഴുത്തി കാണുമല്ലോ, അതൊക്കെ അവൻ ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഗൾഫുകാരൻ നാട്ടിൽ വരുമ്പോൾ പണ്ടുള്ള ഒരു കാഴ്ചപ്പാടിലിങ്ങനെ കാണും, അതുപോലെയുള്ള പെർഫ്യൂമൊക്കെ അടിച്ച് നന്നായിട്ട് കാണപ്പെടുന്നുണ്ട്. വലിയ സന്തോഷത്തോടു കൂടി അവൻ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലമാണ്, ഹിന്ദു വിഷൻ ചാനൽ തുടങ്ങിയ സമയമാണ് 2015. അപ്പോൾ അന്നൊരു 660-670 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അന്നൊക്കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി വരുന്നത് നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു, നിന്റെ ചാനൽ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട് കേട്ടോ, നീ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ മികച്ചതാണ്, എനിക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങളാണ്,
എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ആദ്യമായിട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ. ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒരുവിധം റീച്ച് ഉണ്ട് കേട്ടോ. അന്ന് എൻ്റെ വീഡിയോ ഒക്കെ ഒരുവിധം നന്നായിട്ട് ആൾക്കാരൊക്കെ കാണുന്ന സമയമാണ്. ആ ആദ്യമായിട്ട് കണ്ട സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്തു, എൻ്റെ കൂട്ടുകാരെ കൊണ്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോഴും എനിക്ക് സന്തോഷമായി. കാര്യം അന്ന് സബ്സ്ക്രൈബർ കൗണ്ടൊക്കെ നമുക്ക് കൂടി വരുന്നത് വളരെ ഇഷ്ടമാണ്. നമ്മളെല്ലാത്തിലും പറയും സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കാര്യം പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്തിരുന്ന അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ഇവൻ പറയുകയാണ്, നീ ഈ ചാനൽ കാണണം, വളരെ നല്ല ചാനലാണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ കുറച്ചു നേരം ഇരുന്നിട്ട് അവൻ്റെ അടുത്ത് ബൈ പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് പോയി. ഹാളിന് പുറത്തെത്തിയപ്പോഴാണ് എൻ്റെ വൈഫ് ലക്ഷ്മി ചോദിക്കണേ, കുട എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കുട അയ്യോ ഞാനത് മറന്നുപോയി. ആ കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നപ്പോൾ അവിടെ വെച്ചു എന്ന് പറഞ്ഞു. കാര്യം പുറത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ട്, ഇപ്പോൾ എടുത്തുകൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഹാളിൻ്റെ പിന്നിലൂടെ ആണ് പിന്നെ കറങ്ങി ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരനും മറ്റേ അയാളുടെ സുഹൃത്തോടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുട എടുക്കാൻ അങ്ങോട്ട് ചെന്നപ്പം ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എടാ ഞാൻ വെറുതെ പറഞ്ഞാണ് അവൻ്റെ അടുത്ത്, അവൻ്റെ ചാനലൊന്നും ഞാൻ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല, അതിൽ പറയുന്ന കണ്ടന്റ് ഒന്നും നമുക്ക് അങ്ങനെ ദഹിക്കുന്ന സാധനമൊന്നുമില്ല, പിന്നെ അവനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ഒരു കാശിനും കൊള്ളാത്തൊരു സാധനമാണ് അത് എന്ന് ഇയാൾ പറയുകയാണ്. ഇങ്ങനെയുള്ള വാക്ക് തന്നെയാണ് പറയുന്നത്. അപ്പം ഞാൻ തൊട്ടടുത്ത് ചെന്ന് പോയി, ഞാൻ കേൾക്കുകയും ചെയ്ത്. എനിക്ക് ഇവൻ കാണാതെ ഈ കുടയെടുത്തോട്ട് അങ്ങ് പുറകിലോട്ട് നടന്നങ്ങ് മാറിപ്പോയാൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ മുഖത്തോട് മുഖം നോക്കിപ്പോയാൽ എന്തോ ഒരു വല്ലായ്മ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്ത്, ഒരു വേദനയോ എന്തൊക്കെയോ അങ്ങ് വന്നുപോയി. ഞാൻ അങ്ങ് സ്തംഭിച്ച പോലെ ആയിപ്പോയി. ആ സമയമാണ് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെന്ന് കരുതിയ ഒരാളിൽ നിന്നാണ് ഈ വാക്കുകൾ കേൾക്കുന്നത്. ഞാൻ മെല്ലെ കുട അങ്ങ് എടുത്തിട്ട് ബെക്കിലോട്ട് അങ്ങ് നടക്കാൻ തുടങ്ങിയപ്പം ഇവൻ പെട്ടെന്ന് എന്നെ നോക്കി. അവൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടതെന്ന് അവന് ഉറപ്പാണ്. അവനൊന്നും മിണ്ടാനില്ല, എനിക്കും ഒന്നും മിണ്ടാനില്ല. ഞാൻ മെല്ലെ അങ്ങ് തിരിച്ച് അങ്ങ് നടന്നുപോയി. ലക്ഷ്മിയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങി. പക്ഷെ എൻ്റെ ഉള്ളിൽ അന്ന് രാത്രി വല്ലാത്തൊരു നീറ്റ് അനുഭവപ്പെട്ടു. എനിക്ക് തോന്നി എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള ഇതായിരിക്കും. എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എൻ്റെ കണ്ടന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എങ്കിലും ഇവ ഇനി ഇങ്ങനെ പറയണമായിരുന്നു മറ്റുള്ളവരടുത്ത്, ഞാൻ ഇവൻ്റെ അടുത്ത് എന്ത് ദോഷമാണ് ചെയ്തത് എന്നൊക്കെയുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി. പിന്നീട് ഞാൻ ആ സുഹൃത്തിനെ പലവട്ടം കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അയാളുടെ അടുത്ത് പോയി മിണ്ടാനൊന്നും തോന്നിയിട്ടില്ല. അയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അയാൾ ഇപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു മനോഭാവം, ഒരു പക്ഷേ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ എന്നെ വഞ്ചിക്കായിരുന്നു. ഞാൻ അവനെ സഹായിച്ചതിൻ്റെ പേരിൽ അവൻ എന്നെ ഏതെങ്കിലും തരത്തിലൊക്കെ ദ്രോഹിക്കാനായിരിക്കില്ല ശ്രമിക്കുക, അവൻ എൻ്റെ അടുത്ത് അസൂയല്ലേ എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. ആ 660 പേരിൽ നിന്ന് 1 മില്യൺ കഴിഞ്ഞു. എനിക്ക് എത്രയോ പ്രേക്ഷക പിന്തുണ കിട്ടി. ഇപ്പോഴും ഞാൻ അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ എന്തുകൊണ്ടായിരിക്കും, എൻ്റെ എത്രയും നിയർലി ഉള്ള ഒരാളാണ്. വേറൊരാള് ചെയ്തിരുന്നത്, അവൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ല, ഒന്നും ചെയ്തില്ല. അവനാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പറഞ്ഞത്. എന്നിട്ട് ഒടുവിൽ ഇങ്ങനെ ഒരു കാര്യം സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ചിരിക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ മനസ്സിനങ്ങോട്ട് താങ്ങാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ചെറിയൊരു അനുഭവമാണെങ്കിലും ഇതിനേക്കാളും എത്രയോ ആഴമുള്ള പിന്നിൽ നിന്നുള്ള കുത്തലുകളായിരിക്കും നിങ്ങളിൽ പലരും ഏറ്റിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ വളരെ പ്രയാസകരമായിരിക്കും. ഇവർ പുഞ്ചിരിയോടെ കാണപ്പെടും, നമ്മുടെ വെൽവിഷറായിട്ട് കാണപ്പെടും, നമ്മുടെ സഹപ്രവർത്തകരിലെ ഒരാളായിരിക്കും, ചിലപ്പോൾ ബന്ധുവിലെ ഒരാളായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മളെ ചതിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ശത്രുവിനെ അങ്ങനെ ചതിക്കാൻ എളുപ്പമല്ല, നമ്മൾ പ്രതിരോധിക്കും. അയാൾ ശത്രുവാണെന്ന് തിരിച്ചറിവുണ്ട്. പക്ഷെ കൂടെ നിൽക്കുന്ന ഒരു ശത്രുവിനെ നമുക്കങ്ങനെ തിരിച്ചറിയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ ആരെയും അങ്ങോട്ട് അന്ധമായിട്ട് വിശ്വസിക്കരുത്. ചിലരുടെ മുഖത്ത് കാണുന്ന ചിരിയുടെയും കുശലം പറച്ചിലിന്റെ പിന്നിൽ അസൂയയുടെ വൻമല തന്നെ കാണും. അതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നിൽ നിന്ന് കുത്തുന്നവരുടെ ചില സ്വഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിൽ ആദ്യത്തേത്, മുന്നിൽ അമിത പ്രശംസ, പിന്നിൽ കുറ്റം പറയൽ. ഇത്തരക്കാരൻ നമ്മളെ കാണുമ്പോൾ അമിതമായിട്ട് പ്രശംസിച്ചേക്കും. നീ വലിയൊരു സംഭവമാണ്, നിന്നെ കവിഞ്ഞ് വേറെ ആളും ഇല്ല, നീയല്ലേ ഇവിടുത്തെ എല്ലാം എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ നമ്മളെ പുകഴ്ത്തി പറഞ്ഞു എന്നിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് അത് വളരെയധികം ഇഷ്ടമായി തോന്നും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇവൻ മറ്റുള്ളവർക്ക് പറയുന്നത് വേറൊന്നായിരിക്കും. ഇത് മിക്ക ഓഫീസുകളിലും കാണാറുള്ളതാണ്. സഹപ്രവർത്തകരെ എല്ലാം ഇങ്ങനെ പുകഴ്ത്തി നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. എന്നിട്ട് ഈ വ്യക്തി മുന്നിൽ നിന്ന് മാറുമ്പോൾ ഇവർ അയാളെക്കുറിച്ചുള്ള മാക്സിമം കുറ്റങ്ങളായിരിക്കും പിന്നെ പറഞ്ഞു തുടങ്ങുക. ഇത്തരക്കാർക്ക് യാതൊരുവിധ സത്യസന്ധതയില്ല. ഇവരെ തിരിച്ചറിയാനുള്ള നല്ല മാർഗ്ഗം ഇതാണ്. നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സദാസമയം മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരാളെ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളങ്ങോട്ട് മാറുമ്പം നിങ്ങളെ കുറ്റം പറയാനും ഇവൻ്റെ നാവ് അല്ലെങ്കിൽ ഇവരുടെ നാവ് നീളും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ താറടിച്ച് പറയുന്നത് കേട്ടിട്ട് നമ്മൾ അത് കേട്ട് വിശ്വസിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളതിൽ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നമ്മളെ പുകഴ്ത്തി മറ്റൊരാളെ കുറ്റം പറയുന്ന ഇതേ നാവ് തന്നെ അവൻ
നമുക്കെതിരെയും പ്രയോഗിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ രഹസ്യങ്ങൾ പുറത്തു പറയുക എന്നുള്ളതാണ് ഇവരുടെ ശീലം. ഒരു വ്യക്തിയെ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നടന്ന ചില കാര്യങ്ങളോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളോ പറഞ്ഞു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതേ കാര്യം മറ്റു ചിലരിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് വ്യക്തമായൊരു ലക്ഷണമാണ് കേട്ടോ. നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾ വിശ്വസിച്ച് പറഞ്ഞ വ്യക്തിയിലുണ്ട്. അയാൾ ഇത് നാട്ടിൽ പാട്ടാക്കിയതാണ്. ഇനിയും അയാളെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധം പറ്റും. അത് ഒരു തവണ പറ്റി, ഇനി ഇത്തരം ആളുമായിട്ട് സംസർഗങ്ങളൊന്നും ഉണ്ടാക്കരുത്. അത് നിങ്ങൾക്ക് വലിയ ദോഷകരമാകും. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ വിജയത്തിൽ ഇവർക്ക് യാതൊരു സന്തോഷവും കാണില്ല എന്നുള്ളതാണ്. നിങ്ങൾ നല്ലൊരു കാറ് മേടിച്ചാലോ നിങ്ങളൊരു വീട് വെച്ചാലോ ഇവർ പറയുന്നത് വളരെ സന്തോഷത്തോടെ പറയും, ആ കൊള്ളാം, മനോഹരമായിരിക്കുന്നു എന്നൊക്കെ പറയും. എന്നിട്ടോ ഇവർ മറ്റുള്ളവർക്ക് പറയാണ് അവന് ലോട്ടറി അടിച്ചതാ, അല്ലെങ്കിൽ ഇവൻ കൈക്കൂലി മേടിച്ചതാ, കള്ളപ്പണമാ, പലരെയും ചതിച്ചിട്ട് ഉണ്ടാക്കിയതാ എന്നൊക്കെ ഇവര് മറ്റുള്ളവരുടെ പറയാൻ സാധ്യത കൂടുതലാണ്. ഇത്തരക്കാരെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ കുറച്ചധികം പുകഴ്ത്തിയിട്ട് ചില കാര്യങ്ങൾ ഇവൻ നെഗറ്റീവ് പോലെ പറയും. വീടൊക്കെ വയ്ക്കാൻ എളുപ്പാ, പക്ഷെ ഇതിൻ്റെയൊക്കെ EMI ഒക്കെ അടച്ചു തീർക്കാൻ വളരെ പ്രയാസമാണ്. ഞാനും ഈ കാര്യത്തിൽ പെട്ടിട്ടുണ്ട്. കാറെടുത്തൊക്കെ കൊള്ളാം, പക്ഷെ ഇതിനേക്കാളും നല്ല വേറെ 1-2 കാറുകളുണ്ട്, അതെടുത്തിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നു. നമ്മുടെ കയ്യിലുള്ള കാശ് കൊണ്ടാണ് നമ്മൾ ഈ കാറ് മേടിച്ചത്. EMIയിലൊക്കെ എടുത്തായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിനെ തളർത്തുന്ന രീതിയിൽ ഇയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇയാളുടെ ഉള്ളിൽ പെരുത്ത അസൂയുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാള് നമ്മൾ മാറുമ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമത്തത്, നമ്മുടെ ചെറിയ തെറ്റുകളെ ഇവർ പർവ്വതീകരിച്ച് കാണിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ട് ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഈ വ്യക്തി ഇത് കാണുന്നു, ഇയാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഫീസിലെല്ലാം പാട്ടായി. അതായത് ചെറിയൊരു കാര്യത്തെ ഇയാൾ വളരെ പർവ്വതീകരിച്ച് പറഞ്ഞ് മറ്റുള്ളവരുടെ എത്തിച്ച് ചിലപ്പോൾ നമ്മുടെ ബോസിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് പണിഷ്മെന്റ് വരെ മേടിച്ചു തരാൻ തരത്തിൽ ഇവർ പെരുമാറിയേക്കും. ഇത്തരക്കാരെ നമുക്ക് പല ഓഫീസുകളിലും കാണാൻ പറ്റും. നമ്മുടെ സഹപ്രവർത്തകരിൽ ചിലർ ഇങ്ങനെയുണ്ട്. ഇത്തരം ഒരു അനുഭവം നിങ്ങൾക്കോ നിങ്ങളുടെ ഒരു സുഹൃത്തിനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായ വ്യക്തിയെ ജീവിതത്തിൽ വിശ്വസിച്ചേക്കരുത്. കാര്യം അയാൾ എപ്പോഴും വേണമെങ്കിലും നമ്മളെ പിന്നിൽ നിന്ന് കുത്താനുള്ള വാളുമായിട്ട് നിൽക്കുന്ന ആളാണ്. അഞ്ചാമത്തെ കാര്യം, ആവശ്യ സമയത്തിന് കാണാത്തവർ. അതായത് ചിലരുണ്ട് നമ്മുടെ അടുത്ത് എല്ലാ കാര്യത്തിനും വരും, നമ്മുടെ സഹായം സ്വീകരിച്ച് ഇത് നീ ചെയ്ത് തന്നാലേ ശരിയാവുള്ളൂ, നിനക്ക് ഇത് അറിയാവൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പുകഴ്ത്തി അവരുടെ കാര്യം നേടിക്കൊണ്ടേയിരിക്കും. എന്നാൽ നമുക്കൊരിക്കൽ ഒരു കാര്യം വന്നപ്പോൾ, ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറിപ്പോകുന്നതായിട്ട് കാണാം. മാത്രമല്ല ചിലപ്പോൾ ഫോൺ പോലും എടുത്തില്ല എന്ന് വന്നേക്കും. നമ്മൾ നാളെ ശരിയാക്കി തരാം, മറ്റന്നാളെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇവർ ഈ ദിവസങ്ങൾ നീട്ടി കൊണ്ടുപോകും. നമ്മളെ അങ്ങോട്ട് പ്രശ്നം അങ്ങ് വലിയ രൂക്ഷമാകുന്നവരെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും, പക്ഷെ അവർ ചെയ്യൂല. ഇത് നീട്ടി കൊണ്ടുപോയി നമ്മളെ പരമാവധി ദ്രോഹിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും വരികയാണെങ്കിൽ ജീവിതത്തിലെ ഈ ഒരു വ്യക്തിയെ പിന്നെ വിശ്വസിക്കാൻ നിൽക്കരുത്. അടുത്തതെന്ന് പറഞ്ഞാൽ നേരിട്ട് പറയാതെ വളഞ്ഞ വഴിയിൽ പറയുന്ന രീതിയാണ്. അതായത് നമ്മളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇവർക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. ഇവര് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ചില സ്റ്റാറ്റസുകളൊക്കെ ഇടും. നമുക്ക് കാണുമ്പോഴേ അറിയാം ഇവന്റെ ഈ സ്റ്റാറ്റസിന്റെ ഉദ്ദേശം നമ്മളെ ഒരു തരം കളിയാക്കുന്ന രീതിയിലായിരിക്കും അവർ ഇടുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറയുന്നത്. നമ്മൾ ചോദിച്ചാൽ പറയാം, ഞാനത് തമാശയ്ക്ക് പറഞ്ഞു, നിന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്നുള്ള മട്ടിൽ നിഷ്കളങ്കായിട്ട് ഇവർ പറയും. ഇത്തരക്കാരെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം. ഇവർ ഏതെങ്കിലും തക്ക കിട്ടുമ്പോൾ നമ്മുടെ പിന്നിൽ നിന്ന് പാര പണിയുന്നവരായിരിക്കും. അതുകൊണ്ട് അവരെ ജാഗ്രതയോടെ വീക്ഷിക്കണം. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൗർബല്യങ്ങൾ മാത്രം ഓർത്തു വെച്ചിരിക്കുന്നവർ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു, പക്ഷേ എപ്പോഴും ഒരു വേള നിങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി, ഒരു തെറ്റ് പോലെ സംഭവിച്ചു. ഈ വ്യക്തിയായിട്ട് നിങ്ങളുടെ ഈ ഒരു തെറ്റ് മാത്രം എവിടെയും ഉയർത്തിപ്പിടിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്തു കൊടുത്ത 1000 സഹായത്തെക്കുറിച്ച് ഇവർ ഒരിടത്തും മിണ്ടുകയില്ല. എപ്പോഴും നമ്മളെ കുത്തി വേദനിപ്പിക്കാൻ തന്നെ ഇവർ ഈ ഒരു തെറ്റിനെ ആയുധമാക്കിക്കൊണ്ടിരിക്കും. ഇത്തരക്കാരുടെ മനസ്സ് ശരിയല്ലാത്തതാണ്. ഇവരിൽ നിന്ന് പരമാവധി നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ ഇവർ നമുക്കൊരു വേദന നൽകുന്ന വ്യക്തിയായിട്ട് മാറാറുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ നല്ല വാക്കുകളെ കണ്ടതുകൊണ്ട് മാത്രം അവർ നല്ലതാണ് എന്ന് ധരിക്കാൻ പാടില്ല. കാര്യം അവരുടെ പിന്നിൽ ചില നീചവൃത്തികളും ഉണ്ടായിരിക്കും. നല്ല നിരീക്ഷണ പാഠമുള്ളവർക്ക് ഇവരെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതായത് വീട് ചോർന്നൊലിക്കുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നല്ല മഴ പെയ്യണം. അല്ലാതെ നമ്മുടെ ഒറ്റ കാഴ്ചയിൽ ഈ വീട് ചോരുന്നതാണോ എന്ന് നമുക്ക് വ്യക്തമാവുകയില്ലല്ലോ. അതുപോലെ തന്നെയാണ് ചില വ്യക്തികളും. ചില അവസരങ്ങളിൽ അവർ എങ്ങനെ പെരുമാറുന്നു എന്നത് നോക്കി വിലയിരുത്തിയിട്ട് വേണം പിന്നീട് അവരെ കൂടെ കൂട്ടണമോ എന്ന് നാം ചിന്തിക്കേണ്ടത്.
നമുക്ക് മോശം ചെയ്ത ആളുടെ അടുത്തും നമുക്ക് നല്ലതായിട്ട് പെരുമാറാൻ പറ്റും. അത് നമ്മുടെ ഹൃദയവിശാലതയാണ്. പക്ഷേ അവരെ വിശ്വസിച്ച് വീണ്ടും കൂടെ ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ അറിവുകേടും വിഡ്ഢിത്തവുമാണ്. നമ്മൾ ഒരാൾക്ക് വിശ്വാസം കൊടുക്കുന്നതിന് മുമ്പ് ആ ആളെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഒരു തവണ പരാജയപ്പെട്ടത് തെറ്റൊന്നുമല്ല. പക്ഷെ വീണ്ടും ആ വിഡ്ഢിത്തം ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കൽ നമ്മൾ ചതിച്ചൊരു വ്യക്തിയോട് വീണ്ടും നീതി പുലർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ കെണിയിൽ അകപ്പെടാൻ തലവെച്ച് കൊടുക്കുന്ന മാനിന് തുല്യമാണ് നമ്മൾ. ഇത് മറക്കാതിരിക്കുക.